ശ്രീ പി വി അൻവർ നിലവിൽ ഈ വലിയങ്ങാടിയിലെ അപകടം അതിൽ നിന്ന് രക്ഷപ്പെട്ട അബ്ദുൾ ജലീലാണ് ഇപ്പോൾ 24 പ്രതികരിച്ചത്. രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. അപ്പോൾ തന്നെ പറയുന്നു ഈ ചികിത്സ അതിൻ്റെ സാമ്പത്തിക സഹായം അതൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ടൊന്നും ആരും ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു സാധാരണ കുടുംബമാണ്. മറ്റൊരു ചികിത്സയ്ക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ അപകടവും ഉണ്ടായത്. നിലവിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേഷന്റെ നിലപാട്? ഇത് കോർപ്പറേഷന് മാത്രമല്ലല്ലോ അതിന് ഉത്തരവാദിത്തം. ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ മുകളിലുണ്ടല്ലോ. വളരെ നിസ്സംഗതയോട് കൂടിയിട്ടാണ് കോർപ്പറേഷൻ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 4 തൊഴിലാളികൾ മരണപ്പെട്ടു. എന്തിനാണ് അവർ മരിച്ചത്? ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റിന്റെ മാത്രം കോർപ്പറേഷന്റെ മാത്രം പിടിപ്പുകേടോ അവരുടെ എന്താ പറയാ ലാഭ മോഹം. അതായത് ഈ കെട്ടിടങ്ങളൊക്കെ പലർക്കായിട്ട് ഇവര് കൈമാറി അതിനൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നാണ് പറയുന്നത്. അവരുടെ ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ച് കൈമാറി പോവുകയാണ്. ഒരാളെയും ഒഴിപ്പിക്കാനുള്ള നടപടിയോ നിയമപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡോ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്ന് എഞ്ചിനീയർ പറഞ്ഞാൽ ആ എഞ്ചിനീയറെ കൊണ്ട് തന്നെ ഫിറ്റ്നസ് ഉണ്ട് എന്ന് എഴുതി വാങ്ങിക്കാൻ ഇവര്. ഇതെല്ലാം ഈ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവരുടെ സാമ്പത്തിക ദുരാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഈ 4 തൊഴിലാളികളോട് മരണപ്പെട്ടത്. അവർക്കൊരു നഷ്ടപരിഹാരമില്ല. ഇപ്പൊ ജലീലിന്റെ ചികിത്സ ജലീൽ ആരോട് പറയും? ഒരാളും എന്നെ വന്ന് കാണുന്നില്ല, എനിക്കൊരു ചികിത്സയും കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊരു മാധ്യമ പ്രവർത്തകനോട് ചോദിക്കേണ്ടി വരികയാണ്. ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി. കുത്തഴിഞ്ഞ സംവിധാനം. ഇവിടെ മന്ത്രിമാർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും ഡാൻസ് കളിക്കാനും ഈ പറഞ്ഞ പോലെ നാടകം കളിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി ആളുകളെ തെരുവിലിറക്കി അക്രമത്തിലേക്ക് അഴിച്ചു വിടാനും അല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യര് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരു ഇടപെടാൻ പോലും 2 മന്ത്രിമാരുണ്ട് കോഴിക്കോട് ജില്ലക്ക്. മുഹമ്മദ് റിയാസിനാണ് ഈ ജില്ലയുടെ ചാർജ്. നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതെ, ശ്രീ പി വി അൻവർ, ഈ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഇന്നിപ്പോൾ മേയർ പറഞ്ഞിരിക്കുന്നത്. അത് സർക്കാരിലേക്ക് അക്കാര്യം ശുപാർശ ചെയ്ത് നൽകും എന്നുകൂടി പറയുന്നുണ്ട് മേയർ. അല്ല, മേൽക്കത് പറയാം. അത് എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, അതിന്റെ സാധ്യത എന്താന്ന് പറയണം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇവര്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? ഒന്നുകിൽ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോർപ്പറേഷൻ ഭരണസമിതി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഏറ്റെടുക്കണം. ഒരു ജില്ലാ ഭരണാധികാരി ഉണ്ടല്ലോ ഇവിടെ, ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്താ ജോലി? എന്താ അദ്ദേഹം ഇതിനൊന്നും ഇടപെടാത്തത്? അത് അങ്ങനെയല്ല ഈ ഭരണത്തെ നമ്മൾ പണ്ട് കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരും ഈ താൽക്കാലികമായിട്ടുള്ള ഡെപ്യൂട്ടി ചെയ്തവർ മാത്രമല്ലല്ലോ. ഇതിനൊരു അതോറിറ്റി കൂടിയില്ലേ ജില്ലാ കളക്ടർ? അദ്ദേഹം ഈ ജില്ലയുടെ ഭരണാധികാരി കൂടിയല്ലേ. അദ്ദേഹത്തിനൊന്നും അറിയാം. അതാണ് ആ ജലീൽ ചോദിക്കുന്നത്. ഞാൻ ആരോട് പറയും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? പരിക്ക് പറ്റിയ ഇതില് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട വ്യക്തിയാണ്. ഇതാണ് സ്ഥിതി. വെള്ളരിക്ക പട്ടണത്തിന് സമാനമായിരിക്കുന്നു ഈ കേരളം. അതാണ് സ്ഥിതി. അല്ല, അതിലിപ്പോൾ ഈ ഒരു നടപടി എന്ന നിലയിലേക്ക് മേയർ വന്നിട്ടുണ്ട്. സർക്കാരിലേക്ക് ഈ കാര്യങ്ങൾ ശുപാർശ ചെയ്ത് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോസിറ്റീവായി എടുക്കുന്നുണ്ടോ ശ്രീ പി വി അൻവർ? അല്ല, അത് പോസിറ്റീവായി കാണുന്നില്ല. ഒരു മേയർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. മേയർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? 4-5 ലക്ഷം രൂപ ആണെങ്കിൽ അവർക്ക് ഈ മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അവർക്ക് തീരുമാനം എടുക്കായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന പരിക്ക് പറ്റിയവർക്ക് 2 ലക്ഷം കൊടുക്കാൻ അവർക്ക് തീരുമാനം എടുക്കായിരുന്നു. എന്തേ മേയർ 1 ലക്ഷം വെച്ച് തീരുമാനിച്ചത്? എവിടെയാണ് ഇവരുടെ മനുഷ്യത്വം? അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അത് മന്ത്രിക്ക് ഇടപെടാൻ പറ്റൂ. അതിനൊരു മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ചാർജുള്ള മന്ത്രി മുഹമ്മദ് റിയാസ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ മരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞോ? ഒരു എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞ് മരണപ്പെട്ടതിന്റെ വാല്യൂ കൊടുത്തോ ഈ മുഹമ്മദ് റിയാസും ഈ ഗവൺമെന്റ്? 4 മനുഷ്യർ മരിച്ചിട്ട് വല്ല സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വല്ലതും നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അപ്പോഴേക്ക് പറയുന്നത് ഇവിടെ കോർപ്പറേഷനിലെ നമ്മുടെ പാളയം മാർക്കറ്റ് മാറ്റുന്നതും ഫിഷ് മാർക്കറ്റ്, സെൻട്രൽ ഫിഷ് മാർക്കറ്റ് പൊളിച്ചു നീക്കുന്ന കാര്യമാണ് അതിന്റെ അകത്തൂടെ പറയുന്നത്. ഇവരുടെ താല്പര്യം അതിലാണ്. പൊളിച്ചു നീക്കി പണം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിലാണ്. ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് അവിടെ സ്ഥാപിച്ചു കൊടുക്കുന്നതല്ല. അല്ല ശ്രീ പി വി അൻവർ, നോക്കൂ, ഇതിൽ ഇന്നിപ്പോൾ മേയർ വളരെ കൃത്യമായി തന്നെ പറയുന്നു ഈ ആശ്രിതർക്ക് ജോലി നൽകാനുള്ള ശുപാർശ സർക്കാർ നൽകും. അതോടൊപ്പം തന്നെ 25 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള ശുപാർശ നൽകും. ഈ കാര്യങ്ങൾ പറയുന്നു. ഇതുപോലും പോസിറ്റീവായി എടുക്കുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം കാണുകയാണോ? അല്ല, ഇതൊരു മാനുഷിക വിഷയമായിട്ടാണ് നമ്മൾ കാണുന്നത്, രാഷ്ട്രീയ വിഷയമല്ല. ഇതിന് മുമ്പുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കില്ലേ?
ഈ ഗവൺമെന്റ് അത് ഏറ്റെടുത്തു ഇത് ഏറ്റെടുത്തു പറഞ്ഞിട്ട് എന്താ നടന്നിട്ടുള്ളത്? ഇപ്പോ വന്യജീവി ആക്രമണത്തിൽ നിരവധിയായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയുന്ന കേസുകളാണ്. ഇതിലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കുക എന്നല്ലാതെ ഈ മരണപ്പെട്ടവരുടെ വ്യക്തികൾക്കോ അവരുടെ ആശ്രിതർക്കോ സർക്കാരിൽ ജോലി കൊടുക്കാമെന്ന് ഈ പറയുന്ന മന്ത്രിമാര് എഴുതി തന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഗവൺമെന്റായത്. പിന്നെ ഒരു മേയർ പറഞ്ഞതിന്റെ പേരിൽ അത് നടപ്പിലാക്കുന്നതിന് എങ്ങനെ ഞാൻ ഇതിൽ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലക്കും കേരളത്തിലെ നിയമസഭയിൽ കഴിഞ്ഞ എത്ര വർഷമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലക്കും എനിക്ക് എന്റെ മുൻപിൽ എന്റെ പാവപ്പെട്ട ജനങ്ങളുടെ അനുഭവങ്ങളുണ്ട്. മന്ത്രിമാർ എഴുതി കൊടുത്ത ഇവിടെ പ്രാബല്യത്തിൽ വരുന്നില്ല. അതാ പറയുന്നത്. അങ്ങനെ ഒരു സതുദ്ദേശത്തോടു കൂടി എഴുതിയെങ്കിൽ അതിനെ ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ശ്രീ പി അൻവർ, ഈ ജലീലുമായി സംസാരിച്ചത് 24ന്റെ പ്രതിനിധി ശ്രീ അൻവർ, ഞാൻ ഇന്നിപ്പോൾ അല്പസമയം മുൻപ് കോയെ കണ്ട റിപ്പോർട്ടറാണ് ഞാൻ. നിഖിൽ രമേശാണ് സംസാരിക്കുന്നത്. ശ്രീ പി വി അൻവർ ഇന്നിപ്പോൾ ജബ്ബാറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. അങ്ങ് അവർക്കൊരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ അൻവർ, ഞാൻ അങ്ങേക്ക് മുന്നിലേക്ക് ഈ കോയയുടെ വിഷയം കൂടി വെക്കുകയാണ്. അങ്ങ് ബീച്ച് ആശുപത്രിയിലെത്തി അവരെ കാണണം. അവരുടെ മകൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കൊരു ധനസഹായം അടിയന്തരമായി അവർക്ക് വേണ്ടത് അതാണ്. അവർ സർക്കാർ ആശുപത്രിയിലാണ് കഴിയുന്നത് എന്നിരിക്കെ പോലും വലിയ ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട്. പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് റഫർ ചെയ്യുമ്പോഴൊക്കെ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അങ്ങ് ഇവിടെ എത്തും, അവരെ കാണും, ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങേക്ക് മറ്റു വഴികളൊന്നുമില്ല, വ്യക്തിപരമായി ചെയ്യാനേ കഴിയൂ എന്നുള്ള പരിമിതി അറിയാം. എന്നാൽ പോലും ശ്രീ അൻവർ, തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.